ഭർത്താവ് ഗൾഫിലായിരുന്ന സമയത്ത് ഭാര്യ മറ്റൊരു മതത്തിൽപ്പെട്ട യുവാവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഒടുവിൽ ഈ സംഭവം കണ്ട നാട്ടുകാരായ ചില യുവാക്കൾ ഉടൻ തന്നെ യുവതിയെയും യുവാവിനെയും കയ്യോടെ പിടികൂടി. അവരുടെ ദൃശ്യം പകർത്തി അവരെ തല്ലിച്ചതിച്ചതിന് ശേഷം അവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനും ശ്രമിച്ചു. പണം തരാമെന്ന് സമ്മതിച്ച യുവാവിനെയും യുവതിയെയും അവർ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഒടുവിൽ യുവാവിനെ പുലർച്ചെ അവർ പറഞ്ഞയക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ, അതായത് പണം തന്നില്ലെങ്കിൽ യുവതിയുടെയും യുവാവിന്റെയും ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിലൂടെ ഷെയർ ചെയ്യുമെന്ന് യുവാക്കൾ യുവതിയെയും യുവാവിനെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒടുവിൽ പണം സ്വരൂപിക്കാൻ സാധിക്കാത്ത യുവതി തന്റെ ഗൾഫിലുണ്ടായിരുന്ന ഭർത്താവിന് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുന്നു. മെസ്സേജ് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ കുടുംബക്കാര് ഞങ്ങളെ പല പേരും പറഞ്ഞ് പീഡിപ്പിക്കുകയാണ്. എന്നെ ഒരു യുവാവിന്റെ കൂടെ നിർത്തി വീഡിയോ എടുക്കുകയും ചെയ്തു എന്നാണ് യുവതി ഭർത്താവിന് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചത്. സംഭവത്തിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഭർത്താവ് തന്റെ സഹോദരന്മാരെ ബന്ധപ്പെട്ടപ്പോൾ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി. ഭാര്യ തന്നെ ചതിച്ചതാണെന്ന സത്യം ഭർത്താവ് തിരിച്ചറിഞ്ഞു. എന്നിട്ടും ആ നല്ല മനുഷ്യൻ സഹോദരങ്ങളോട് തന്റെ ഭാര്യയെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി വീഡിയോ പകർത്തിയ യുവാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് യുവാക്കളെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടാണ് സംഭവങ്ങളുടെ കിടപ്പ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റൊരു യുവാവിനോടൊപ്പം കുറെ കാലങ്ങളായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആ യുവതി ചെയ്ത ചില ക്രൂരതകളാണ് നിങ്ങൾ അറിയേണ്ടത്. ഭർത്താവിന്റെ പേരിലുള്ള വീടിനു വേണ്ടി അവകാശ തർക്കം ഉന്നയിച്ച് ഭർത്താവിന്റെ കുടുംബത്തിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ബദിയടുക്ക പോലീസിന്റെ കൃത്യമായ ഇടപെടലിലൂടെ തകർന്നു പോയത് യുവതിയുടെ നാടകമായിരുന്നു. സംഭവം നടക്കുന്നത് പെർളയിലെ കണ്ണാടിക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത്. പെർളയിലെ കണ്ണാടിക്കാനം എന്ന സ്ഥലത്ത് താമസിക്കുന്ന യുവതിയെയാണ് 2018 ഫെബ്രുവരി 22 അർദ്ധരാത്രി 11:30 മണിക്ക് മറ്റൊരു മതസ്ഥനായ യുവാവിന്റെ കൂടെ നാട്ടുകാർ പിടികൂടുന്നത്. വർഷങ്ങളോളമായി യുവതിക്ക് ഈ യുവാവുമായി ബന്ധമുണ്ട്. ഗൾഫിൽ ഉന്നത നിലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് സ്വന്തമായി ഒരു വീട് വയ്ക്കുകയും ഭാര്യയെയും മക്കളെയും പരിപൂർണമായി സംരക്ഷിക്കുകയുമായിരുന്നു. ആഡംബര ജീവിതം സ്വപ്നം കണ്ട യുവതിക്ക് മറ്റു പലരെയും അനാശാസ്യ പ്രവൃത്തിക്ക് ആശ്രയിക്കേണ്ടി വന്നു. 2 മക്കളുണ്ടായിട്ടും അവരെ പോലും വകവയ്ക്കാതെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ നാട്ടുകാരായ ചില യുവാക്കൾ കൈയോടെ പിടികൂടിയപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാരെ പ്രതിയായി ചിത്രീകരിക്കാൻ യുവതി ശ്രമിച്ചു. കൃത്യമായ അന്വേഷണത്തിലൂടെ മുന്നോട്ടു പോയ ബദിയടുക്ക പോലീസിന് മുന്നിൽ യുവതിയുടെ നാടകത്തിന് തിരശ്ശീല വീണു. ഒടുവിൽ കൂട്ടാളികളെയും കൂട്ടി ഭർത്താവിന്റെ പേരിലുള്ള വീടിനെ തല്ലി തകർത്തു. എന്നിട്ടും മതിവരാത്ത യുവതി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഭർത്താവിന്റെ കുടുംബത്തിനെ തകർക്കാൻ ശ്രമിച്ചു. ഇത് കാസർഗോഡ് പെർളയിലെ കണ്ണാടിക്കാനം എന്ന സ്ഥലത്ത് നടന്ന തോന്നിവാസം. പരപുരുഷ ബന്ധം കല്യാണത്തിന് ശേഷം തുടരുകയും മക്കളെയും ഭർത്താവിനെയും മറന്ന് സുഖജീവിതം നയിക്കുന്ന ഇത്തരക്കാരായ യുവതികളെ നേരിടേണ്ടത് നിയമത്തിന്റെ വഴികൾ കൊണ്ട് തന്നെയാണ്. സംഭവത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ കൂട്ടുനിന്ന മാധ്യമങ്ങൾ ഈ കുടുംബത്തിനോട് മാപ്പ് ചോദിക്കണം. ആദ്യഘട്ടത്തിൽ പബ്ലിക് കേരള ന്യൂസ് ടീമിനെ സമീപിച്ച് യുവതിയുമായി ബന്ധപ്പെട്ട മറ്റൊരാളുടെ വാക്കുകളിൽ സംശയം തോന്നിയതുകൊണ്ടാണ് പബ്ലിക് കേരള വാർത്ത നൽകാതിരുന്നത്. ഭാര്യയുടെ ഈ പ്രവൃത്തി കാരണം ഭർത്താവ് പെർളയിലെ വീട് മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ വീടിന് പോലും അവകാശം ഉന്നയിച്ച് സ്ത്രീയും കൂട്ടാളികളും കുടുംബക്കാരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്യുന്ന യുവതികൾ രക്ഷപ്പെട്ടു പോകുന്നത് നിയമവ്യവസ്ഥയുടെ കണ്ണടക്കൽ കൊണ്ട് തന്നെയാണ്. കേരളക്കരയിൽ ഇത്തരം സംഭവങ്ങൾ ഇന്ന് സാധാരണമായിരിക്കുകയാണ്. ഇതിന് കാരണം നിയമത്തിന്റെ കണ്ണടക്കൽ തന്നെ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഭർത്താവിനെയും മക്കളെയും വഞ്ചിച്ച് അവരുടേതായിട്ടുള്ള ജീവിതം സുഖിച്ച് ജീവിക്കുന്ന ഇവരെ നേരിടേണ്ടത്
നിയമത്തിന്റെ വഴികൾ കൊണ്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.